ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വീട്ടുമുറ്റത്തുണ്ടായ വീഴ്ചയെ തുടർന്ന് ചികിത്സയ്ക്കിടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പല്ലശ്ശന ഒഴിവുപാറയിലെ 9 വയസ്സുകാരി വിനോദിനി 5.5 മാസത്തിന് ശേഷം സ്കൂളിലെത്തി. രാവിലെ പല്ലശ്ശനയിലെ സ്കൂളിലെത്തിയ വിനോദിനിയെ ജനപ്രതിനിധികളും അധ്യാപകരും സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. സെപ്റ്റംബർ 24 സഹോദരനുമൊത്ത് കളിക്കുന്നതിനിടെയുണ്ടായ വീഴ്ചയിൽ വിനോദിനിയുടെ വലതുകൈയിലെ എല്ല് പൊട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വീട്ടിലുമായി ചികിത്സയിൽ കഴിയേണ്ടി വന്നതോടെയാണ് പല്ലശ്ശന ഒഴിവുപാറ ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിനോദിനിയുടെ പഠനം തടസ്സപ്പെട്ടത്. ക്ലാസുകൾ കുറെ നഷ്ടപ്പെട്ടെങ്കിലും വാർഷിക പരീക്ഷയ്ക്ക് മുൻപ് സ്കൂളിലെത്താനും സഹപാഠികളെയും അധ്യാപകരെയും കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് വിനോദിനി. രാവിലെ അസംബ്ലി നടക്കുന്ന സമയം സ്കൂളിലെത്തിയ വിനോദിനിയെ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. നിർമ്മാണ തൊഴിലാളിയായ വിനോദിൻ്റെയും പ്രസീതയുടെയും മകളാണ് വിനോദിനി. കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്ത് വിനോദും കുടുംബവും താമസിക്കുന്ന വാടക വീടിൻ്റെ മുറ്റത്താണ് വീണത്. വിനോദിൻ്റെ കുടുംബത്തിനായി പല്ലാവൂരിൽ കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാങ്ങി നൽകിയ 5 സെൻറ് സ്ഥലത്ത് മറ്റൊരു സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പല്ലാവൂർ കാട്ടിലെ ഈ സ്ഥലത്ത് സ്വന്തമായി വീടൊരുങ്ങുന്നതുവരെ കുട്ടിയുടെ പഠന സൗകര്യാർത്ഥം വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനാണ് കുടുംബം ഉദ്ദേശിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.